ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നൊരു പോസിറ്റീവ് വാർത്തയിൽ നിന്ന് ആരംഭിക്കണം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും നെഗറ്റീവായിട്ടുള്ള വാർത്തയിൽ നിന്ന് ആരംഭിക്കേണ്ടി വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇന്നലെ. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇറാനെ ആക്രമിക്കും, വളരെ ശക്തമായി തന്നെ ആക്രമിക്കും, ഇന്നലെയും ശക്തമായി ആക്രമിച്ചു, ഇന്ന് വീണ്ടും ആക്രമിക്കും എന്ന് ട്രംപ് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് പറയുകയുണ്ടായി. അമേരിക്കയെ ഇങ്ങനെ ചൊടിപ്പിക്കാനുള്ള കാരണം സ്ട്രെയിറ്റ് ഓഫ് ഹാർമൂസ് മേഖലയിൽ ഒരു അമേരിക്കൻ സൈനിക ഹെലികോപ്റ്റർ തകർന്നു വീണ സംഭവമാണ് ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ വഷളാക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രസ്താവനകൾ പുറത്തു വന്നതോടെ കനത്ത പ്രഹരമാണ് US മാർക്കറ്റുകൾക്കുണ്ടായത്. നാസ്ഡാക്കാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്, 2% ഇടിഞ്ഞു. അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചിപ്പ് സ്റ്റോക്കുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ കൂടെ ഈ US ഇറാൻ ടെൻഷൻ കൂടി ആയതോടെ അൺസർട്ടൈനിറ്റികൾ വളരെയധികം ഉയർന്നു. ഇതോടുകൂടി നാസ്ഡാക്ക് ഈ പറഞ്ഞതുപോലെ 2%, ഡൗ ജോൺസ് 1.9%, S&P 500 1.6%-ൻ്റെയും ഇടിവ് രേഖപ്പെടുത്തി. ഇനി US നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് US ഫെഡറൽ റിസർവ് ഓപ്പൺ മാർക്കറ്റ് കമ്മിറ്റി മീറ്റിംഗ്, FOMC മീറ്റിംഗ്. ജൂൺ 16-17 തീയതികളിലാണ് ഈ മീറ്റിംഗ് നടക്കാനിരിക്കുന്നത്. അടുത്ത ആഴ്ചയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് അതേപടി നിലനിർത്താനാണ് സാധ്യതയുള്ളത്. പക്ഷേ മറ്റൊരു കാര്യമുള്ളത്, ഈ വർഷം തന്നെ ഒരു റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകളുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഇനി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ സ്ഥിതി വ്യത്യസ്തമല്ല, വലിയ ഇടിവിൽ തന്നെയാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.78%-ൻ്റെ ഇടിവിൽ ട്രേഡ് ചെയ്യുമ്പോൾ കോസ്പി മാർക്കറ്റ് ഒരിക്കൽ കൂടി 3%-ൻ്റെ ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,180 എന്ന നിലയിലാണ്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 60 മുതൽ 65 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു മാർക്കറ്റിൻ്റെ ഇടിവ് ഓയിൽ പ്രൈസുകളിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓയിൽ പ്രൈസുകൾ ഇന്ന് 2%-ൻ്റെ നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഒരിക്കൽ കൂടി $95 ഉയർന്നിരിക്കുന്നു. ഇന്ത്യൻ വിപണിയിലേക്ക് വരാം. മ്യൂച്വൽ ഫണ്ടുകളിൽ പണം ഒഴുകുന്നത് കുത്തനെ കുറഞ്ഞിരിക്കുന്നു. ഈ ഒരു ഡാറ്റ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് പറയാം. ഓഹരി വിപണിയിലെ ഉയർന്ന ചാഞ്ചാട്ടവും സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ആശങ്കകളും കാരണം മെയ് മാസത്തിൽ മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള നിക്ഷേപങ്ങൾ കുറയുകയാണ് ഉണ്ടായത്. മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള നിക്ഷേപം 40% ഇടിഞ്ഞ് 38,440 കോടി രൂപയിൽ നിന്ന് 22,908 കോടി രൂപയായി. ഇത് ഒരു വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയാണ്. അതായത് മന്ത് ഓൺ മന്ത് ഡാറ്റയിലാണ് ഇത്രയും വലിയൊരു ഇടിവുണ്ടായിരിക്കുന്നത്. ഇനി ഹൈബ്രിഡ് ഫണ്ടുകളിലേക്കുള്ള നിക്ഷേപത്തിലും വലിയ ഇടിവാണ്. ഏകദേശം പകുതിയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസം 20,565 കോടി രൂപയിൽ നിന്ന് 10,560 കോടി രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ഡെറ്റ് ഫണ്ടുകളിൽ 96,949 കോടി രൂപയുടെ പിൻവലിക്കാനാണ് രേഖപ്പെടുത്തിയത്. മുൻമാസം ഇതേ വിഭാഗത്തിൽ 2.47 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വന്ന സ്ഥലത്താണ് ഇപ്പോൾ 96,949 കോടി രൂപയുടെ ഒരു പിൻവലിക്കൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരു നേരിയ ഇടിവ് മാത്രം ഉണ്ടായിരിക്കുന്നത് SIPയിലാണ്. SIP നിക്ഷേപം 31,115 കോടി രൂപയിൽ നിന്ന് കഴിഞ്ഞ മാസത്തെ കണക്കാണ്. ഇപ്പോൾ അത് 30,954 കോടി രൂപയായി മാത്രമാണ് കുറഞ്ഞിരിക്കുന്നത്. ചെറിയ ഒരു ഇടിവ് മാത്രമാണ്. SIP വഴി നിക്ഷേപിക്കുന്ന അക്കൗണ്ടുകളുടെ എണ്ണം 9.65 കോടിയിൽ നിന്ന് 9.64 കോടി രൂപയായി കുറഞ്ഞിരിക്കുന്നു. ആളുകൾ SIPയിൽ നിക്ഷേപിക്കുന്നത് ദീർഘകാലത്തേക്കുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. അതുകൊണ്ട് തന്നെയാണ് SIPയിൽ വലിയ തോതിൽ ഇത് ബാധിക്കപ്പെടാതിരുന്നത്. പക്ഷേ വിപണിയിലെ ചാഞ്ചാട്ടം മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും കൂടാതെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും തന്നെ നിരവധി ആളുകളെ മാറ്റി നിർത്തുന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ ഡാറ്റ നമുക്ക് സൂചിപ്പിച്ചു തരുന്നത്. ഇനി ഗോൾഡ് ETF-ലെയും സ്ഥിതി വ്യത്യസ്തമല്ല. ഗോൾഡ് ETF-കളിൽ തുടർച്ചയായിട്ടുള്ള 13 മാസത്തെ നിക്ഷേപത്തിന് ശേഷം ഗോൾഡ് ETF-കളിൽ 725 കോടി രൂപയുടെ പിൻവലിക്കലും രേഖപ്പെടുത്തി. ഗോൾഡ് ETF-ലും പിൻവലിക്കൽ തന്നെയാണ്. അടുത്തതായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും കൈകോർക്കുന്നു. ഗുജറാത്തിൽ വരാൻ പോകുന്നത് ഒരു വമ്പൻ AI ഡാറ്റാ സെൻ്ററാണ്. ഗുജറാത്തിലെ ജാംനഗറിൽ AI സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന അത്യാധുനിക ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കാൻ കരാർ ഒപ്പുവെച്ചു. ഇന്ത്യയിലെ മെറ്റയുടെ ആദ്യ AI സജ്ജീകരിച്ച ഡാറ്റാ സെൻറ്റർ ആയിരിക്കും ഇത്. നമുക്കറിയാം, നമ്മളടക്കമുള്ള സാധാരണക്കാരെല്ലാം ഇപ്പോൾ AI യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ChatGPT, ജെമിനി കൂടാതെ മെറ്റ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ AIക്കായി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ AI അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വലിയ ഒരു ഉത്തേജനമായിരിക്കും ഈ ഒരു പ്രൊജക്റ്റ്.
ഇന്ത്യയെ ആഗോള AI ഹബ്ബാക്കി മാറ്റാനുള്ള നീക്കം കൂടിയാണ് ഇതിന് പിന്നിലുള്ളത്. അടുത്തതായി ഗോൾഡ് പ്രൈസിലേക്ക്. സ്പോട്ട് ഗോൾഡ് ഇന്നലെ ഏകദേശം 4% അടുത്ത് ഇടിഞ്ഞു. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായിട്ടുള്ള 1,08,360 എന്ന നിലയിലാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ $62,000 ട്രേഡ് ചെയ്യുന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം കൂടി ഒന്ന് നോക്കാം. HDFC ബാങ്ക് 0.39% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ICICI ബാങ്ക് 1% മുകളിൽ ക്ലോസ് ചെയ്തു, 1.81% ഉയർന്നു. അടുത്തതായി IT സ്റ്റോക്കുകളിൽ ഇൻഫോസിസ് 1.85% ഇടിഞ്ഞപ്പോൾ വിപ്രോ 2.78% ഇടിഞ്ഞത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ നോക്കേണ്ടതുണ്ട്. അതിന് മുന്നേ നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പ്രധാനപ്പെട്ട ചില കമ്പനികളുടെ സ്റ്റോക്ക് ന്യൂസിലേക്ക് വരാം. ആദ്യം ലെൻസ്കാർട്ട് സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ്. അബുദാബി ഇൻവെസ്റ്റ്മെൻറ്റ് അതോറിറ്റിയുടെ പ്ലാറ്റിനം ജാസ്മിൻ 2.3% ഓഹരികൾ ഏകദേശം 1,944 കോടി രൂപ വിലമതിക്കുന്ന ബ്ലോക്ക് ഡീലിലൂടെ വിൽക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത വരുന്നു. അടുത്തതായി വാസ്കോൺ എഞ്ചിനീയേഴ്സ് എന്ന കമ്പനിയാണ്. CPWDയിൽ നിന്ന് ആസാമിലെ RBI ക്വാർട്ടേഴ്സിന് പുനർനിർമ്മാണത്തിനായി 347.43 കോടി രൂപയുടെ LOI കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തതായി ലോകകപ്പ് ഫുട്ബോളിൻ്റെ സംപ്രേഷണാവകാശം ലഭിച്ചിട്ടുള്ള സി എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. അതിനു മുന്നേയായി സ്റ്റോക്ക് മാർക്കറ്റ് ബേസിക് കോഴ്സിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിൽ നമ്മളിവിടെ ഒരു വാട്സാപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫണ്ടമെൻ്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് റീഡിംഗ്, ഓപ്ഷൻ ട്രേഡിംഗ്, OI അനാലിസിസ് എന്നിവയെല്ലാം ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ വളരെ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. സി എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട വാർത്ത. വികസനവും തന്ത്രപരവുമായ പദ്ധതികൾക്കുമായി കുറഞ്ഞത് 2,300 കോടി രൂപ സമാഹരിക്കാൻ ബോർഡ് അനുമതി നൽകി. മറ്റൊരു സ്റ്റോക്ക് ഡെക്കാൻ ഗോൾഡ് മൈൻസ് എന്ന സ്റ്റോക്കാണ്. സ്പെയിനിലെ ലോഗ്രാസൺ ടങ്സ്റ്റൺ പ്രൊജക്റ്റിൽ 51% ഓഹരികൾ സ്വന്തമാക്കാനുള്ള ഒരു കരാർ കമ്പനി നേടിയിരിക്കുന്നു. 2027 €1.76 മില്യൺ ആണ് കമ്പനി നിക്ഷേപിക്കുക. അടുത്തത് PPAP ഓട്ടോമാറ്റീവ് എന്ന കമ്പനിയാണ്. ആഗോള കമ്പനിയായിട്ടുള്ള ഹച്ചിൻസണുമായി ഇന്ത്യയിൽ അഡ്വാൻസ് ബോഡി സീലിംഗ് സിസ്റ്റം നിർമ്മിക്കാൻ പങ്കാളിത്തം പ്രഖ്യാപിച്ചു. അടുത്തത് പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ്. നവീകരണത്തിനായി 485 കോടി രൂപയുടെ പദ്ധതിക്ക് ബോർഡ് അംഗീകാരം നൽകി. കൂടാതെ JPV 80 മില്യൺ വായ്പയും CFO നിയമനവും കമ്പനി അംഗീകരിച്ചു. അടുത്തത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നിക്ഷേപ പലിശ നിരക്ക് 6% വരെ ഉയർത്തിയിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് കെയ്ൻസ് ടെക്നോളജീസ് മാത്രമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FISന്റെ സെല്ലിംഗ് വളരെ അധികം കുറഞ്ഞിരിക്കുന്നു. 2,125 കോടി രൂപയ്ക്കാണ് ഇന്നലെ ക്യാഷ് മാർക്കറ്റിൽ അവർ സെൽ ചെയ്തത്. DIs ആവട്ടെ 3,124 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. അതായത് FISന്റെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സെല്ലിംഗ് കുറഞ്ഞത് വളരെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. വരും ദിവസങ്ങളിൽ സെല്ലിംഗ് കുറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സിംറ്റമായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായിട്ടുള്ള മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വാർത്തകൾ ഇവിടെ പൂർത്തിയാവുന്നു. എങ്കിൽ ഏവർക്കും നന്ദി.